ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. കർത്താവിദാസൻ പി മത്തായിക്കുനി ഉപദേശി ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ്. നിരവധി ആളുകളെ എനിക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അങ്ങനെ പാസ്റ്റർ മുഖേന നിരവധി ആളുകളെ ഇന്റർവ്യൂ ചെയ്യുവാൻ, അതായത് അവരുടെ അനുഭവ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ എനിക്ക് ഇടയായിട്ടുണ്ട്. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഞാൻ ഒരു ചെറിയ സന്ദേശം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ സൗഖ്യം പ്രാപിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്. സൗഖ്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായും 3 രീതി നമുക്ക് കാണാം. ഒന്ന് ശാരീരികമായ സൗഖ്യം, ഫിസിക്കൽ ഹീലിംഗ് എന്നുള്ളത്. 2 മനസ്സിന്റെ സൗഖ്യം, ഇമോഷണൽ ഹീലിംഗ്. 3 ആത്മീക സൗഖ്യം, സ്പിരിച്വൽ ഹീലിംഗ്. രോഗസൗഖ്യം. ഇവിടെ രോഗമില്ലാത്തവരാരെങ്കിലും ഉണ്ടോ? രോഗമില്ലാത്ത ഒരു മനുഷ്യൻ പോലും ഇല്ല. എന്തെല്ലാം രോഗങ്ങളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. ചിലർക്ക് ഷുഗറുണ്ട്, ചിലർക്ക് കൊളസ്ട്രോൾ ഉണ്ട്, ചിലർക്ക് പ്രഷർ താഴ്ന്നു പോകുന്നു, ചിലർക്ക് ഹൈ പ്രഷറാണ്. ഇതൊന്നുമില്ലാത്തവർക്ക് ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാകും. ഇങ്ങനെ ഒന്നല്ലെങ്കിൽ ഒരു രീതിയിൽ നമുക്ക് എപ്പോഴും പ്രശ്നങ്ങളാണ്. ചിലർ പറയുന്നവർ തലയിലെ മുടി കൊഴിഞ്ഞു പോകുന്നു, മുടി പെട്ടെന്ന് നരയ്ക്കുന്നു, കൈക്ക് വേദന എടുക്കുന്നു, ജോയിൻസിന് വേദന എടുക്കുന്നു, കാലിന് വേദന എടുക്കുന്നു. വേദനയില്ലാത്ത അല്ലെങ്കിൽ രോഗമില്ലാത്ത ഒരു വ്യക്തി പോലും നമ്മുടെ സമൂഹത്തിൽ. നമ്മുടെ ഈ ശരീരം ഇത് വെറും നിസാര ശരീരമാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, അകത്തോട്ട് എടുക്കുന്ന ശ്വാസം പുറത്തോട്ട് വിട്ടില്ലെങ്കിൽ മനുഷ്യന്റെ ആയുസ് തീർന്നു. ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്ന പല ആളുകളും ഇന്ന് നിത്യതയിൽ എത്തിച്ചേർന്നു. പല ആളുകളും. അപ്പോൾ രോഗസൗഖ്യം, നമ്മളെല്ലാം ഒന്നല്ലെങ്കിൽ ഒരു രീതിയിൽ രോഗികളായിട്ടുണ്ട്. രണ്ടാമതായിട്ട് പറയുന്നത് മനസ്സിന്റെ സൗഖ്യം. ഈ മനസ്സിന്റെ സൗഖ്യം എന്ന് പറയുന്നത് പലപ്പോഴും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്കുണ്ടാക്കുന്നു, അപ്പനും മക്കളും തമ്മിൽ വഴക്കുണ്ടാക്കുന്നു, അമ്മായിമ്മയും മരുമകളും തമ്മിൽ വഴക്കുണ്ടാക്കുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. ഇങ്ങനെ ഈ പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിനെ ബാധിക്കുക. അമ്മായിമ്മ പറയും, മരുമകൾ എനിക്ക് ചായ തന്നില്ല, ഞാൻ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എന്നെ ഗമനിച്ചില്ല, എന്നോട് മിണ്ടിയില്ല, സംസാരിച്ചില്ല. അവര് നേരെ തിരിച്ചു പറയും. ആൺമക്കളുള്ളവര് മാതാപിതാക്കൾ പറയും, മകന് അമ്മയോടാണ് സ്നേഹം കൂടുതൽ. അമ്മ പറയും, അവന് ഭാര്യയോടാണ് സ്നേഹം കൂടുതൽ. ഭർത്താക്കന്മാര് പലപ്പോഴും ചെറുത്താന്റെ കടലിലെ നടുക്ക് എത്തപ്പെട്ട് നിൽക്കുന്ന പോലെയുള്ള സന്ദർഭങ്ങൾ വരാറുണ്ട്. ഒരു സൈഡിൽ ഭാര്യ, മറു സൈഡിൽ അമ്മ. അത് വലിയ പ്രശ്നമായിക്കൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെ മാനസികമായി നമ്മൾ ഒരുപാട് വിഷമം അനുഭവിക്കുന്നവരുണ്ട്. ഒന്നല്ലെങ്കിൽ ഒരു രീതിയിലുള്ള പ്രശ്നം. ഭർത്താവുണ്ടെങ്കിൽ ഭാര്യയില്ല, ഭാര്യ ജീവിച്ചിരിക്കുന്ന ഭർത്താവില്ല. എല്ലാ രീതിയിലും നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ എന്നും ഒരു സ്വസ്ഥതയില്ല, ഒരു സമാധാനമില്ല. എന്നാണ് വിശേഷം സഹോദരി എന്ന് ചോദിക്കുമ്പോൾ, ഓ എന്നാ വിശേഷം, എങ്ങനെയൊക്കെ പോകുന്നു. നിങ്ങളോടൊപ്പം ഒരാൾ ചോദിക്കുക, ആ ആന്റി എന്നാണ് വിശേഷം, ഓ എന്നാ വിശേഷം, ഇങ്ങനെയൊക്കെ പോകും. മുട്ടുവേദന, കാലുവേദന, തലവേദന, നടുവേദന, നട്ടലുവേദന, പിന്നെ എന്താണ്, അങ്ങനെ പല പ്രശ്നങ്ങൾ. അപ്പൊ നമ്മുടെ ഈ പ്രശ്നങ്ങളെല്ലാം മനുഷ്യൻ തീരുന്നത് മരണത്തിലല്ല. അന്നേരം പറഞ്ഞത് റെസ്റ്റ് ഇൻ പീസ്, വിശ്രമിക്കുക. വിശ്രമ ജീവിതം ഒരു മനുഷ്യന്റെ മരണത്തിലാണ് വിശ്രമം. അല്ലാതെ ഒരിക്കലും മനുഷ്യന് വിശ്രമിക്കാൻ സാധിക്കില്ല.
ഇവിടെ പറഞ്ഞത് ഒന്ന് ശാരീരിക സൗഖ്യം, രണ്ട് മനസ്സിന്റെ ഇനി സൗഖ്യം, മൂന്ന് ആത്മീയമായ സൗഖ്യം, സ്പിരിച്വൽ. നമ്മൾ ലോകത്തിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ആത്മീക വേൾഡിൽ കൂടെയാണ് നിൽക്കുന്നത്, ആത്മീക ലോകത്തിലാണ്. അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനകളോടും അത്രേ. അപ്പൊ നമുക്ക് ഭയങ്കര പോരാട്ടമാണ്. ഏതെല്ലാം രീതിയിലുള്ള പോരാട്ടം നമ്മൾ പിടിക്കണം. അദൃശ്യ ശക്തികൾ ബൈബിൾ പറയുന്നു, പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. അപ്പൊ പകൽ പറക്കുന്ന അസ്ത്രമുണ്ട് ഇല്ലേ? നിങ്ങൾ എന്നാ ഒന്നും ഉണ്ടാകുന്നു? പകൽ പറക്കുന്ന അസ്ത്രമുണ്ട്. എല്ലാവരും പറയും രാത്രിയാകുമ്പോഴാണ് നമുക്ക് പേടി തോന്നുന്നത്. പക്ഷേ വേദവസം പറയണം, പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. അപ്പൊ ഇതെല്ലാം ഉണ്ടെന്നല്ലേ അർത്ഥം? ഇവിടെ നമ്മൾ ഒരു ആത്മീക യുദ്ധത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ആ യുദ്ധം നമ്മൾ ജഡരക്തങ്ങളോടല്ല, പിന്നെ ആരോടാണ്? വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനകളോടും. ഇതെല്ലാം ഉണ്ട് എന്നുള്ളതാണ് വേദവസം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇനി പറഞ്ഞു വന്നത് മൂന്ന് രീതിയിലുള്ള ഒരു സൗഖ്യത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, ശാരീരികമായി രോഗമാണ് മുഴുവൻ ശരീരത്തിൽ, രോഗമില്ലാത്ത ഒരു ഭാഗമില്ല. ഏതെല്ലാം സൈസ് രോഗങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. പിന്നീട് മനസ്സിന്റെ സൗഖ്യം, മൂന്ന് ആത്മീയമായ സൗഖ്യം. എന്നാൽ വേദപുസ്തകം പറയുന്നു, പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 26-ാമത്തെ വാക്യം ഒന്ന് വായിക്കുമ്പോൾ, പുറപ്പാട് പുസ്തകം 15:26, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകും. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. അതായത് ശാരീരികമായും മാനസികമായും ആത്മീകമായും നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു ഞാൻ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും ദൈവത്തോട് അപേക്ഷിക്കത്രേ വേണ്ടു. ഞാൻ ഇന്നലെ കത്തോലിക്ക സഭയിലെ സിസ്റ്ററോട് ചോദിച്ചു, ഈ എങ്ങനെയാണ് ഒരു ദിവസം ചെലവഴിക്കുന്നത്? അവർ പറഞ്ഞു 4:30 എഴുന്നേൽക്കും. 4:30 എഴുന്നേറ്റാൽ 1 മണിക്കൂർ ധ്യാനം, മെഡിറ്റേഷൻ. അങ്ങനെ ഒരു ദിവസത്തെ ജീവിതം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഏതാണ്ട് 24 മണിക്കൂർ ഉള്ളതിൽ നല്ലൊരു ശതമാനം സമയവും എന്താണ്? പ്രാർത്ഥനയാണ്. നല്ലൊരു ശതമാനം സമയത്തും പ്രാർത്ഥന. അപ്പൊ പ്രാർത്ഥനയില്ലാതെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഒരു ആത്മീയനെ സംബന്ധിച്ചിടത്തോളം അവൻ എപ്പോഴും പ്രാർത്ഥനയും വചനധ്യാനവും വേണം. അത് മാത്രമല്ല, സിസ്റ്റർ പറഞ്ഞൊരു കാര്യം എന്നെ വളരെ ചിന്തിപ്പിച്ചു. ഞങ്ങൾ പോയി ഇങ്ങനെ ധ്യാനിച്ചിരിക്കുമ്പോൾ ഈശോയെ, അതായത് യേശുവിനെ മാത്രം ധ്യാനിച്ചുകൊണ്ടാണ് ഞങ്ങളായിരിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥന, വചനധ്യാനം, ക്രിസ്തുവിനെ കുറിച്ചുള്ള ധ്യാനം, ഇതെല്ലാമാണ് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഞങ്ങളെ നിലനിർത്തുന്ന ഘടകം. പ്രാർത്ഥനയില്ല, വചനധ്യാനമില്ല, ഈ ക്രിസ്തുവിനെ ധ്യാനിക്കുന്നില്ല, ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് പല ദുഷ്ടചിന്തകൾ തോന്നുകയും പലപ്പോഴും നമ്മൾ മറ്റുള്ളവരോട് വഴക്കുണ്ടാക്കുന്നതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. കുടുംബത്തിലായാലും ഭാര്യ ഭർത്താവായാലും ഭാര്യ ഭർത്താക്കന്മാരായാലും അമ്മായിമ്മ മരുമകളായാലും അല്ലെങ്കിൽ തിരിച്ചായാലും ഈ ധ്യാനവും പ്രാർത്ഥനയും മെഡിറ്റേഷനും ഒന്നും ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് മനുഷ്യന് എന്തുണ്ടാകും? വഴക്കുണ്ടാക്കാനേ നേരം ഉണ്ടാകും. ഈ വഴക്കുണ്ടാക്കുന്ന ഈ സമയത്തിന്റെ ഒരു നല്ല ശതമാനം സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചെലവഴിക്കാൻ ആത്മീയപരമായ ഒരു ഉത്സാഹവും അതോടൊപ്പം ക്ഷമിക്കാനുള്ള ഒരു കഴിവും നമുക്ക് ദൈവം തരും. ക്ഷമയില്ലാത്തതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രശ്നം. ഇവിടെ വേദപുസ്തകം പറയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകും.
സൗഖ്യം നൽകുന്നു. ദൈവം സൗഖ്യം നൽകുന്ന യഹോവയാകുന്നു എന്ന് പറയുമ്പോൾ അത് ആത്മീയമായും ശാരീരികമായും മാനസികമായ രീതിയിൽ എന്ത് ചെയ്യും? സൗഖ്യം ഉണ്ടാവും. ചേട്ടന് അനിയൻ ഇവിടെ നിന്ന് വഴക്കുണ്ടാക്കി ഇല്ലേ? ഉണ്ടാക്കി. ഒരാൾ എഴുന്നേറ്റ് പോയി ഇല്ലേ? പോയി. എനിക്കറിയില്ല എന്താ കാരണം. എന്താ കാരണം? ആരാധനയ്ക്ക് ഇരിക്കുമ്പോഴും നമ്മൾ വഴക്കുണ്ടാക്കുക. കാരണം നമുക്ക് ധ്യാനിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിന്റെ കാര്യം മാത്രമല്ല, എന്റെ കാര്യം ഉൾപ്പെടെ പറയുന്നത്. നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ പോലും നമ്മൾ ദൈവത്തെ ധ്യാനിക്കുന്നില്ല, വചനം ധ്യാനിക്കുന്നില്ല. അതിന് മെഡിറ്റേറ്റ് ചെയ്യുക, ധ്യാനിക്കുക. യഹോവയുടെ ന്യായപ്രമാണം രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അതിനാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്, ധ്യാനിക്കുക. ആ ധ്യാനിക്കുന്നവനെ കുറിച്ച് വേദപുസ്തകം പറയാണ്, അവൻ ആശ്ചര്യത്തെ നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതുമായ വൃക്ഷം പോലെ ഇരിക്കും. അടുത്തത്, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവർ കാറ്റുപാടുന്ന മതിൽ പോലെ അത്രേ. അപ്പോൾ വചനം ധ്യാനിക്കുമ്പോഴാണ് ഫലം ഉണ്ടാകുക. ഫലം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. നീ ചെയ്യുന്നത്, ഞാൻ ചെയ്യുന്നത് സാധിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ വചനം ധ്യാനിക്കുന്നില്ല, ദൈവത്തെ ധ്യാനിക്കുന്നില്ല, ക്രിസ്തുവുമായി എനിക്ക് ബന്ധമില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. വചനം ധ്യാനിക്കാനും ദൈവത്തെ കുറിച്ച് ധ്യാനിക്കാനും സമയം കണ്ടെത്തിയാൽ വഴക്കുണ്ടാക്കാൻ നേരം ഉണ്ടാവില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെക്കാൻ നേരം ഉണ്ടാവില്ല. അതാണ് അവർ പറഞ്ഞത്, ഞങ്ങൾ ഒരു ദിവസം ഇത്ര സമയം പ്രാർത്ഥിക്കും. നിങ്ങൾ എത്ര സമയം പ്രാർത്ഥിക്കും? സാജു തോമസ് എന്ന ഞാൻ എത്ര സമയം പ്രാർത്ഥിക്കും? ഒരു ദിവസം 7 നേരം പ്രാർത്ഥിക്കുന്നവർ കൈ നോക്കുവാൻ പറഞ്ഞാൽ ആരും കൈ നോക്കില്ല, ഞാൻ ഉൾപ്പെടെ. പക്ഷേ 7 എന്ന് പറയുന്ന പൂർണ്ണസംഖ്യ അല്ലേ? എന്താ പറഞ്ഞാൽ 7 നേരം പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ യാക്കോബക്കാരും ഒക്കെ 7 നേരം പ്രാർത്ഥിക്കുന്നവരാണ്. അപ്പൊ 7 നേരം പ്രാർത്ഥിക്കുമ്പോൾ യാക്കോബ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ടവര് വാസക്കൊക്കെ അറിയാം. മുസ്ലിംസിനെ സംബന്ധിച്ച് അവർ 5 നേരം പ്രാർത്ഥിക്കും. യഹൂദിനെ സംബന്ധിച്ച് അവനെ പ്രാർത്ഥിക്കും. അതേസമയം പെന്തക്കോസ്തുകാരായ നമ്മളെ സംബന്ധിച്ച് 1 നേരം പ്രാർത്ഥിച്ചാൽ ഭാഗ്യം. അതും വളരെ ബന്ധപ്പെട്ട്. പിന്നെ എങ്ങനെ ധ്യാനിക്കാൻ സാധിക്കും? എങ്ങനെ വചനം ധ്യാനിക്കും? എങ്ങനെ ക്രിസ്തുവിനെ ധ്യാനിക്കും? വേദപുസ്തകം പറയുക, ധ്യാനത്തിങ്കൽ തീ കത്തണമെങ്കിൽ ധ്യാനിക്കണം. ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ ആകണമെങ്കിൽ ധ്യാനിക്കണം. തക്ക കാലത്ത് ഫലമുണ്ടാകണമെങ്കിൽ ധ്യാനിക്കണം. ഫലമില്ല, അവൻ ചെയ്യുന്നതൊന്നും സാധിക്കുന്നില്ല. അതിന്റെ കാരണം വചനം ധ്യാനിക്കുന്നില്ല. ഉണ്ടോ? ഇവിടെ വേദോസം പറയുകയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന് പറഞ്ഞ്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന. 2, നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ദൈവം നമ്മളെ സൗഖ്യമാക്കുന്നു. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 23-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവൻ എല്ലാ രോഗങ്ങളും സൗഖ്യമാക്കി എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു എല്ലാ രോഗങ്ങളെയും സൗഖ്യമാക്കി. കുരുടന്മാർ കണ്ടു, മുടന്തന്മാർ നടന്നു, രോഗികൾ സൗഖ്യം പ്രാപിച്ചു. അപ്പൊ യഹോവയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയതിനു ശേഷം പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എല്ലാവരെയും സൗഖ്യമാക്കുകയാണ്. കുരുടന്മാർക്ക് കാഴ്ച ലഭിച്ചു, മുടന്തന്മാർ ഓടി നടന്നു, രോഗികളെല്ലാം സൗഖ്യമാക്കുന്നു. ഇത് ദൈവം നമ്മളെ കാണിക്കും. എന്താണ്? ഞാൻ സൗഖ്യം നൽകുന്ന ദൈവമാണ്. ഇനി നമ്മൾ അങ്ങോട്ട് കടന്നു വരുമ്പോൾ ഈ സൗഖ്യത്തിന്റെ ആധാരം, അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിശ്വാസമാണ്. സൗഖ്യം പ്രാപിക്കാൻ വേണ്ട അടിസ്ഥാന ഘടകം വിശ്വാസമാണ്. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 34-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ മർക്കോസ് 5:34, മകളെ, നിന്റെ വിശ്വാസം നിന്നെ സൗഖ്യമാക്കി. അല്ലേ?
വിശ്വാസമാണ് നമ്മളെ സൗഖ്യമാക്കിയത് എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിച്ചു. എന്ത് വിശ്വസിച്ചു? കർത്താവായ യേശു ക്രിസ്തുവിലൂടെ എനിക്ക് സൗഖ്യം ലഭിച്ചു. അല്ലേ? ഇവിടെ നമ്മൾ ചില ഉദാഹരണങ്ങൾ നോക്കുമ്പോൾ 12 വർഷം രക്തസ്രാവമുള്ള ഒരു സ്ത്രീ തന്റെ സമ്പത്തെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തു. അല്ലെ? ആരാലും സൗഖ്യം ഉണ്ടാകുകയില്ല എന്ന് ബോധ്യം വന്നപ്പോൾ യേശുവിനെ കുറിച്ച് കേട്ടു. പലരുടെ അടുത്ത് പോയി പല നേർച്ചകൾ, കാഴ്ചകൾ, വഴിപാടുകൾ എല്ലാം കഴിച്ചു. പ്രവാചകന്മാരുടെ അടുത്ത് പോയി, പാസ്റ്റർമാരുടെ അടുത്ത് പോയി, വഴിയിലച്ചന്മാരുടെ അടുത്ത് പോയി, ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി. ഉള്ള പൈസ മുഴുവൻ ആശുപത്രി കൊടുത്തു. ഒരു മാസം എത്ര രൂപ നിങ്ങൾ ആശുപത്രി കൊടുക്കുന്നുണ്ട്? 8000 രൂപ ശമ്പളമുള്ള ഒരു സാറ് ഞങ്ങളുടെ നാട്ടിൽ 6000 രൂപയെ കൂടുതൽ ഒരു മാസം ആശുപത്രി കൊടുക്കണം. പുള്ളിയുടെ ഭാര്യയ്ക്ക് ഒരു മാസം 4000 രൂപ ഗുളിക വയ്ക്കണം. പുള്ളി പറയുന്നൊരു കാര്യമുണ്ട്, മരുന്ന് മേടിക്കാനുള്ള കാശ് കിട്ടിയാലും മതി, അപ്പൊ ഭക്ഷണം അങ്ങനെ കഴിക്കും, അത് ഞങ്ങള് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുകയാണ്. ഒരു മാസം എത്ര രൂപ ആശുപത്രി കൊടുക്കുന്നുണ്ട്? 4000, 10000, 15000, 20000. ഇവിടെ പറയുക എന്താണ്? പൈസ മുഴുവൻ ആശുപത്രിക്കാർ കൊണ്ടുപോയി തിന്നുകയാണ്. ഓരോ അസുഖത്തിനും ആശുപത്രി പോയാൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ മൂത്രത്തിൽ കല്ല് വന്നു, അപ്പൊ തന്നെ ആശുപത്രി പോയി, ഡോക്ടർ വരുന്നു. മൂത്രത്തിൽ കല്ല് വന്ന ഈ കല്ലുരുക്കി പറിച്ചെടുത്തിട്ട് അരച്ച് പാലിൽ ചേർത്ത് കഴിക്കാൻ മതി, മൂത്രത്തിൽ കല്ലൊക്കെ പോകും. പക്ഷേ അതിന് നമുക്ക് താല്പര്യമില്ല. നമ്മൾ എവിടെ പോകും? ഗ്യാസ് പ്രശ്നം ഉണ്ടായാൽ 2 വെളുത്തുള്ളി എടുത്ത് ചതച്ച് രാവിലെ വെറുമ്പയിലെ കഴിച്ച് ചൂടോളം കുടിച്ചാൽ മതി, ഗ്യാസൊക്കെ പോകും. അത് നമുക്ക് താല്പര്യമില്ല. അത് നമ്മൾ എന്ത് ചെയ്യും? കൊളസ്ട്രോൾ കൂടുതലുള്ള ഒരു കാന്താരികളും അരച്ച് ഉണ്ട പോലെയാക്കി വിഴിഞ്ഞാൽ മതി. കൊളസ്ട്രോൾ ശമനം കിട്ടും. ഇരുമ്പുളി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഇരുമ്പുളി, അത് കുറച്ചിരുന്നാൽ മതി. ഇങ്ങനെ പ്രകൃതി തന്നെ നമുക്ക് ഒരുപാട് ട്രീറ്റ്മെന്റ് തന്നിട്ടുണ്ട്. പക്ഷെ ഇതിനൊന്നും നമുക്ക് നേരമില്ല. ഷുഗർ ഉള്ളവൻ പഞ്ചസാര ഒഴിവാക്കിയാൽ മതി, മധുരപലഹാരങ്ങൾ, പഴവർഗ്ഗങ്ങൾ, ചോറുണ്ടോ കുറച്ചാൽ മതി. പക്ഷെ അത് നമുക്ക് പറ്റില്ല, നമുക്ക് ആശുപത്രി പോകും. അപ്പോ നമ്മുടെ പണം നമ്മൾ എന്ത് ചെയ്യുന്നു? ആശുപത്രി കൊണ്ട് കൊടുത്ത് ആശുപത്രിക്കാരനെ നന്നായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ വേദപുസ്തകത്തിൽ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ്. യേശു സകലരെ സൗഖ്യമാക്കി. 12 വർഷം രക്തസ്രാവമുള്ള സ്ത്രീ, അവർ പല വർഷം കഷ്ടപ്പെട്ടു, ഡോക്ടർമാർക്ക് ഒരുപാട് പൈസ കൊടുത്തു. പക്ഷേ അവൾക്കൊരു കാര്യം മനസ്സിലായി, യേശുവിന്റെ അടുത്ത് എന്നാൽ സൗഖ്യം ഉണ്ട്. അങ്ങനെ വിശ്വാസം സൗഖ്യത്തിന്റെ വാതിൽ തുറക്കും. വിശ്വസിക്കുന്ന ഒരാൾ ഈ അത്ഭുതങ്ങൾ നടക്കും. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ സൗഖ്യം എന്ന് പറയുന്നത് അതിന്റെ ആരാലും വിശ്വാസമാണ്. വിശ്വാസമില്ലാത്തവരെ കൊണ്ട് ഒന്നിനും ഗുണമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ. വേഗം മുമ്പോട്ട് പോകട്ടെ. എന്ന് വന്നാലും പാസ് എനിക്ക് സകല സമയത്ത് അതുകൊണ്ട് ഒരു വിഷയം എടുത്ത് അവതരിപ്പിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല, സമയം തീരാണ്. ദൈവവചനത്തിലൂടെ സൗഖ്യം എന്താണ്? സങ്കീർത്തനം 107 ഇന്ന് നമ്മൾ വായിച്ച സങ്കീർത്തനത്തിൽ 20-ാം വാക്യത്തിൽ പറയുകയാണ്, അവൻ തന്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി. അപ്പൊ വചനം അയച്ച് സൗഖ്യം വന്നു. എങ്ങനെ? വചനങ്ങൾ ധ്യാനിക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ, വചനം പ്രസ്താവിക്കുമ്പോൾ നമുക്ക് രോഗസൗഖ്യം ഉണ്ടാകുന്നു. ഒരു സഹോദരൻ മരിക്കാൻ കിടക്കുക ആശുപത്രിയിൽ. എല്ലാവരും വന്ന് അദ്ദേഹത്തെ കണ്ട് കേട്ട് പോയിക്കൊടുക്കും, ആശ്വാസവാക്കൊക്കെ പറഞ്ഞു.
സാരമില്ല, മരിച്ചാൽ സ്വർഗത്തിൽ പോകുമല്ലോ, നമുക്കൊരു പ്രത്യാശയുണ്ടല്ലോ, കർത്താവിന്റെ കൂടെ അല്ലേ, ഒന്നും പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുക. ഈ പുള്ളിക്കാരൻ ഇതെല്ലാം കേട്ടിട്ട് ഇത് ചിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ വന്നിട്ട് ചോദിച്ചു, ഇത്രയും കാര്യം മരണത്തെ കുറിച്ച് താങ്കളോട് പറഞ്ഞിട്ട് താങ്കൾ എന്തുകൊണ്ടാണ് ചിരിക്കുന്നത്, സന്തോഷിക്കുന്നില്ലപ്പോൾ? അദ്ദേഹത്തിന്റെ ബെഡിന്റെ അടിയിൽ ഒരു പേപ്പർ എടുത്ത് ഇങ്ങനെ ഉയർത്തി കാണിച്ചു. ആ പേപ്പറിൽ എഴുതിയിരിക്കുന്ന എന്താണെന്നറിയാമോ? ഇദ്ദേഹം തന്നെ എഴുതി ഈ ബെഡിന്റെ അടി തലേന്റെ അടിയിൽ വെച്ചേക്കുക. വരുന്നവരെല്ലാം ആശ്വാസവാക്ക് പറഞ്ഞു പോകുമ്പോഴും പുള്ളി ഈ അടിയിൽ എഴുതി വെച്ചേക്കുക. ആ വാക്കിതാണ്, ഞാൻ മരിക്കില്ല, ഞാൻ ജീവിച്ചിരുന്ന് യഹോവ എനിക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തികളെ വർണ്ണിക്കും. മറ്റുള്ളവരെല്ലാം വന്ന് പറഞ്ഞു ജാകാൻ പോവാ, സാരമില്ല, ഇത്ര നാളെ ജീവിച്ചില്ലേ, ഭാര്യ ഉണ്ടായി, മക്കളുണ്ടായില്ലേ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇദ്ദേഹം അത് കേട്ട് ചിരിക്കുക. അവസാനം ഒരാൾ ചോദിച്ചപ്പോൾ വാക്യം എടുത്ത് കാണിക്കുകയാണ്, ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവ എനിക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തികളെ വർണ്ണിക്കും. അതെന്നാ കാരണം? വചനം വായിക്കുമ്പോൾ സൗഖ്യം, ധ്യാനിക്കുമ്പോൾ സൗഖ്യം, അത് പ്രസ്താവിക്കുമ്പോൾ വാ തുറന്ന് പറയുമ്പോൾ സൗഖ്യം. അപ്പൊ സൗഖ്യം പ്രവർത്തിക്കാൻ തുടങ്ങണമെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. വാ തുറന്ന് പറയണം, ഞാൻ രോഗിയാകില്ല, ഞാൻ മരിക്കുകയില്ല, ഞാൻ തകരുകയില്ല, എന്റെ കുടുംബം തകരാൻ അനുവദിക്കുകയില്ല, ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇനി അടുത്ത് നമ്മൾ നോക്കുമ്പോൾ പ്രാർത്ഥനയിലൂടെ സൗഖ്യം. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ രോഗിയായവർ അല്ലെങ്കിൽ രോഗികൾ സഭയിലെ മൂപ്പന്മാരെ വിളിക്കട്ടെ, അവർ എണ്ണ പൂശി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അപ്പോൾ പ്രാർത്ഥനയാൽ സൗഖ്യം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, മറ്റുള്ളവരോട് പ്രാർത്ഥിക്കാൻ പറയുക, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു. ഇപ്പൊ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേദപുസ്തകം നമ്മളോട് പറഞ്ഞിരിക്കുക. അപ്പോൾ സഭയിലെ മൂപ്പനെ വിളിക്കണം എന്ന് പറഞ്ഞാൽ പാസ്റ്റർ, സുവിശേഷകനെ വിളിക്കണം, എന്നിട്ട് പ്രാർത്ഥിക്കാൻ പറയണം. അടുത്തത് വേഗം പോവുകയാണ്. ക്ഷമയിലൂടെ നമുക്ക് സൗഖ്യം ലഭിക്കും. നമുക്ക് ആർക്കും ക്ഷമയില്ല. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കോപിക്കുന്നവരാണ്. പെന്തക്കോസ്തുകാരെ എനിക്ക് നല്ലവണ്ണം അറിയാം, ഭയങ്കര ദേഷ്യക്കാരാണ്. 10 മിനിറ്റ് പ്രസംഗിക്കാൻ അവസരം കിട്ടിയില്ലെങ്കിലും ദേഷ്യപ്പെടും, അല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഭയങ്കര ദേഷ്യക്കാരാണ്. എന്നാൽ ഇവിടെ വേദപുസ്തകം പറയാണ്, മർക്കോസിന്റെ സുവിശേഷം 11:25 പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കണം. അയലോക്കാരനുമായിട്ട് പ്രശ്നമുണ്ടെങ്കിൽ പോയി നേർന്നു കൊള്ളണം, അവന്റെ കാലെ പിടിച്ച് മാപ്പ് പറയണം. അതാ വേദോസം പറഞ്ഞത്. എന്റെ ഒരു അയലോക്കാരൻ്റെ അടുത്ത് നിന്ന് ക്ഷമ പറയുന്ന അവൻ നിങ്ങളെ ഉപദ്രവിക്കില്ല, അവനും സന്തോഷം തോന്നും. കൈകൂപ്പി, സഹോദര, ദൈവനാമത്തിലേക്ക് ക്ഷമിക്കണം. നിന്റെ അതിന് ഞാൻ മാന്തി നിന്നൂടെ തിരിച്ചു തരാൻ. നിന്റെ പറമ്പിലെ ചക്ക ഞാൻ പറിച്ചെടുത്തു, ദൈവനാമത്തിൽ ക്ഷമിക്കണം. നിനക്കിട്ട് ഞാൻ ഭയങ്കര ഒരു പാര വെച്ചു, നീ ക്ഷമിക്കണം. അല്ലെങ്കിൽ നീ രാത്രിയിൽ നിന്റെ ചേപ്പ് പറിച്ചു കളഞ്ഞ് കോഴിയെ കട്ടുകൊണ്ട് പോയി, അല്ലെങ്കിൽ മുയലിനെ കട്ടുകൊണ്ട് കോഴിയെ കട്ടുകൊണ്ട് പോയി കള്ളു കുടിച്ചു, ഇതൊക്കെ ചെന്ന് പറയണം, സഹോദര തെറ്റുപറ്റിക്കുന്നു, ക്ഷമിക്കണം. അപ്പോൾ അയലോക്കാരൻ എത്ര സന്തോഷമായിട്ട് നമ്മളെ സ്നേഹിക്കുന്നറിയോ? ഇതാണ് യഥാർത്ഥ വിശ്വാസി എന്ന് പറയും. ഞാൻ പറഞ്ഞു വന്നത്, ക്ഷമിക്കണം. ഭർത്താവ് ഭാര്യയോടും ഭാര്യ ഭർത്താവിനോട് ക്ഷമിക്കണം. അമ്മായിമ്മ മരുമകളോട്, മരുമകൾ അമ്മായിമ്മയോട് ക്ഷമിക്കണം. അപ്പൻ മക്കളോട്, മക്കൾ അപ്പനോട് ക്ഷമിക്കണം. എന്നാൽ മാത്രമേ സൗഖ്യമുണ്ടാവുകയുള്ളൂ. ക്ഷമയില്ലാത്തവന് സൗഖ്യമുണ്ടാവില്ല. ക്ഷമിക്കാൻ പഠിക്കണം. അതുകൊണ്ട് ക്ഷമയിലൂടെ സൗഖ്യമുണ്ട്. ഇനി അടുത്തത് വേദപുസ്തകം പറയാണ്, ക്രിസ്തുവിന്റെ ക്രൂശിലൂടെ നമുക്ക് സൗഖ്യം ലഭിക്കുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53:5 പറയുകയാണ്, അവന്റെ മുറിവുകൾ കൊണ്ട് നമുക്ക് സൗഖ്യമുണ്ടായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കും. നമ്മുടെ പാപങ്ങൾ
യേശു വഹിച്ചു, നമ്മുടെ രോഗങ്ങൾ യേശു വഹിച്ചു, ക്രൂശിൽ നമുക്ക് വേണ്ടി സൗഖ്യം നൽകി. അപ്പോൾ യേശുവിന്റെ ക്രൂശിലൂടെ സൗഖ്യം. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ അനുസരണത്തിലൂടെ സൗഖ്യം ലഭിക്കുന്നു. എന്താണ്? 2 രാജാക്കന്മാർ 5-ാം അധ്യായത്തിൽ നമ്മൾ നയമാൻ എന്ന് പറയുന്ന ഒരു കുഷ്ഠരോഗിയെ കാണുന്നുണ്ട്. പ്രവാചകൻ അവനോട് പറഞ്ഞു, നീ യോർദാൻ നദിയിൽ പോയി 7 പ്രാവശ്യം മുങ്ങുക. കലക്കവെള്ളത്തിൽ യോർദാൻ നദിയിൽ പോയി മുങ്ങാൻ പറഞ്ഞപ്പോൾ നയമാൻ വിചാരിച്ചു ഈ പ്രവാചകനെ സൗഖ്യമാക്കി വിടുമെന്ന് പ്രതീക്ഷിച്ചു. അതിന് പകരം പറഞ്ഞു, നീ പോയി 7 പ്രാവശ്യം മുങ്ങാൻ പറഞ്ഞു. അവൻ അനുസരിച്ചു. അനുസരിച്ചത് കൊണ്ട് അവന് സൗഖ്യം ലഭിക്കും. അനുസരിച്ചില്ലെങ്കിലോ സൗഖ്യമില്ല. പ്രാർത്ഥിക്കാൻ പറഞ്ഞ് അനുസരിക്കുന്നില്ല, സൗഖ്യം ഉണ്ടാവും. അപ്പോൾ നയമാൻ എന്ന കുഷ്ഠരോഗി സൗഖ്യമായത് അനുസരണത്തിലൂടെയാണ്. ഇനി നമ്മൾ സൗഖ്യം പ്രാപിക്കാൻ എന്ത് ചെയ്യണം? ഒന്ന്, നാം വിശ്വാസത്തിൽ വളരണം, ക്രിസ്തുവിൽ ആശ്രയിക്കണം, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം, ദൈവവചനം പ്രസ്താവിക്കണം, മറ്റുള്ളവരോട് ക്ഷമിക്കണം, അനുസരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ രോഗസൗഖ്യം പ്രാപിക്കണമെങ്കിൽ നാം ഈ പറയുന്ന കാര്യങ്ങളിലേക്കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ വാസ്തവമായി നമുക്ക് സൗഖ്യം ആവശ്യമാണ്. അങ്ങനെയെന്നുവരെങ്കിൽ നമ്മുടെ ജീവിതം ക്രമപ്പെടുത്താൻ നമ്മൾ തയ്യാറാണ്. എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ആയുസ് എന്ന് പറയുന്ന ക്ഷണനേരത്തേക്ക് പെട്ടെന്ന് തീർന്നു പോകുന്ന ഒരു ആയുസാണ്. ഈ ആയുസ്സിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ചെയ്യണം. ഒരു നിമിഷം പോലും പാഴാക്കരുത്. ഒരു നിമിഷം പോലും വെറുതെ ഇരുന്ന് ചിന്തിച്ച് സാത്താന്റെ ഒരു പണിപ്പരയാക്കി നമ്മുടെ തലച്ചോറിനെ മാറ്റാതെ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് രാവിലെ മുതൽ നമ്മുടെ വർക്കുകൾ ആരംഭിച്ചാൽ രാവിലെ എഴുന്നേറ്റാൽ കൂടുതൽ ജോലി ചെയ്യാൻ പറ്റും. 7 മണി 8 മണിയാകുമ്പോൾ എഴുന്നേറ്റാൽ അന്നത്തെ ദിവസം പോക്കായി. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എഴുന്നേൽക്കണം, പ്രാർത്ഥിക്കണം, ധ്യാനിക്കണം, ജോലി ആരംഭിക്കണം, നേരത്തെ എഴുന്നേൽക്കണം, നേരത്തെ കിടക്കണം, 10 മണിയാകുമ്പോഴെങ്കിലും കിടന്ന് ഉറങ്ങണം. അങ്ങനെ ദിവസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? കേവലം ഒരു ഭാര്യയായി മാത്രം ഇരിക്കാതെ, കേവലം ഒരു ഭർത്താവായി മാത്രം ഇരിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തൊഴിൽ മേഖലയിൽ നമ്മൾ ചെയ്യണം. സുവിശേഷ പ്രവർത്തന രംഗങ്ങളിൽ നമ്മൾ പ്രവർത്തിക്കണം. കിട്ടുന്ന സമയങ്ങളൊക്കെ വരുന്ന സുവിശേഷകർക്ക് വേണ്ടി, സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ചുമ്മാ മൊബൈലിൽ നോക്കി സമയം കളയരുത്. നമ്മുടെ സമയം മൊബൈലിൽ നോക്കിയും സിനിമ കണ്ടും പാട്ട് കേട്ടും ഡാൻസ് കേട്ടും കളയരുത്. മറിച്ച് ഇതൊന്നും കാണരുതെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷേ ഇതെല്ലാം കണ്ട് നമ്മുടെ സമയം കളയുന്ന നേരം കൊണ്ട് നമ്മൾ ഊർജസ്വലരായി നമ്മുടെ ആയുസ് അല്പമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഊർജസ്വലന്മാരായി നമ്മൾ ജോലി ചെയ്യണം, അധ്വാനിക്കണം, പണിയെടുക്കണം. എല്ലുമുറിയെ പണിയാൽ പല്ലുമുറിയെ തിന്നാം. അതുകൊണ്ട് നാം രോഗസൗഖ്യം പ്രാപിക്കുവാൻ നാം ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടിയിരിക്കും. നമ്മുടെ ദൈവം സൗഖ്യമാക്കുന്ന ദൈവം. അതുകൊണ്ട് പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും വചനം പഠിക്കുന്നതിലും വചനം പ്രസ്താവിക്കുന്നതിലും ഉത്സാഹിതരായിരിക്കാൻ നമുക്ക് ഇടയായിത്തീരട്ടെ. എനിക്ക് അനുഭവിക്കുന്ന സമയം തീർന്നു. അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ വിരമിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി സഹായിക്കും.